സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും സ്വന്തം കൂടപ്പുറപ്പിനെ സംരക്ഷിക്കാനും അന്നേ അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ വയറ്റിലെ ഈ കുഞ്ഞിനെ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. ചെയ്തില്ലല്ലോ. എല്ലാം ഇട്ടെറിഞ്ഞ് നിന്നെ കാക്കാൻ ഇവിടെ കാവൽ കിടന്ന വലിയ മനസ്സാ സാറിൻ്റെത്. വിളമ്പാൻ വരട്ടെ. ഇത് മോളെ വിളിച്ചില്ലേ? എന്തിനാ വിളിക്കുന്നേ? മോളെ ഇങ്ങോട്ട് ഇറങ്ങി വന്നൂടെ? അതെന്തൊരു വർത്താനമാ സാവിത്രി? അവള് നമ്മളുടെ കുട്ടിയല്ലേ, അതും ഒരു ഗർഭിണി. അത്താഴപ്പട്ടിണി കിടാമോ? മഹാപാപമാ. എന്ത് പാപം? ഒന്നിയെന്ന് വിളിക്കണ്ടേ സാവിത്രി? ആ കൊച്ചിവിടെ നമുക്കൊപ്പം ഇരുന്ന് കഴിച്ചാൽ എന്താ? ഇത് മര്യാദയല്ല. നിങ്ങൾ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്തായാലും അവളെ ചെന്ന് വിളിക്കുന്ന പ്രശ്നേ ഇല്ല. അത്ര അഹങ്കാരം പാടില്ല പെൺപിള്ളാർക്ക്. വലിയ മാഡത്തിന്റെ മോളല്ലേ? എന്നാൽ ഇന്ന് ഇവിടെ ആരും ആഹാരം കഴിക്കുന്നില്ല. ഗീതു വന്നിട്ട് മതി എന്തും. പുന്നാര മോളല്ലേ, ചെന്ന് വിളിച്ചൂടെ അങ്കിളിന്? ഞാൻ പോകൂടി. എന്റെ കൂടപ്പുറപ്പിന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞാ. വേണ്ടച്ച, ഞാൻ പോവാം. വേണു തീരുമാനിക്കട്ടെ നമ്മളിൽ ആർക്കൊപ്പമാ അയാൾക്ക് ജീവിക്കാൻ ഇഷ്ടമെന്ന്. അതുവരെ കാത്തിരിക്കാൻ നമുക്ക്. നീ ഇപ്പൊ വാ. താഴെ അത്താഴത്തിനായി നിന്നെ എല്ലാരും കാത്തിരിക്കുക. വന്ന് കഴിക്കും. നിന്നെ വിളിക്കാൻ വന്നതാ ഞാൻ. നീയോ? നീ ആരാ എന്നെ ക്ഷണിക്കാൻ? നീ ആരാ ഇവിടുത്തെ മഹാറാണിയോ? ഒരു പരിചാരികയാ, അങ്ങനെ കരുതിയാ മതി. ഇനി വന്നൂടെ ഗീതുവിന്? നീ വെച്ചുണ്ടാക്കിയതല്ലേ, അതെനിക്ക് വേണ്ട. അത് നീ തന്നെ അങ്ങ് കഴിച്ചേച്ചാ മതി. ഗീതുവിനെ വിളിക്കാൻ അമ്പിയ കൊള്ളാം. ഇതിന്റെ പിന്നിൽ നിന്റെ ബുദ്ധിയായിരിക്കും അല്ലേടി സാവിത്രി? അതെ, അംബികയുടെ നല്ല മനസ്സ്. ഞാനാണെങ്കിലേ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. നല്ല മനസ്സ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഗീതു, നീ ഇരിക്കും, ഞാൻ വിളമ്പാം. നീ ആരാ? നീ ആരാന്നാ നിന്റെ ഭാവം? നിന്റെ കുടുംബത്തിൽ ഔദാര്യം പാക്കാൻ വന്നവളല്ല ഞാൻ. സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും സ്വന്തം കൂടപ്പുറപ്പിനെ സംരക്ഷിക്കാനും അന്നേ അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ വയറ്റിലെ ഈ കുഞ്ഞിനെ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. ചെയ്തില്ലല്ലോ. എല്ലാം ഇട്ടെറിഞ്ഞ് നിന്നെ കാക്കാൻ ഇവിടെ കാവൽ കിടന്ന വലിയ മനസ്സാ സാറിൻ്റെത്. വിളമ്പാൻ വരട്ടെ. ഇത് മോളെ വിളിച്ചില്ലേ? എന്തിനാ വിളിക്കുന്നേ? മോളെ ഇങ്ങോട്ട് ഇറങ്ങി വന്നൂടെ? അതെന്തൊരു വർത്താനമാ സാവിത്രി? അവള് നമ്മളുടെ കുട്ടിയല്ലേ, അതും ഒരു ഗർഭിണി. അത്താഴപ്പട്ടിണി കിടാമോ? മഹാപാപമാ. എന്ത് പാപം? ഒന്നിയെന്ന് വിളിക്കണ്ടേ സാവിത്രി? ആ കൊച്ചിവിടെ നമുക്കൊപ്പം ഇരുന്ന് കഴിച്ചാൽ എന്താ? ഇത് മര്യാദയല്ല. നിങ്ങൾ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്തായാലും അവളെ ചെന്ന് വിളിക്കുന്ന പ്രശ്നേ ഇല്ല. അത്ര അഹങ്കാരം പാടില്ല പെൺപിള്ളാർക്ക്. വലിയ മാഡത്തിന്റെ മോളല്ലേ? എന്നാൽ ഇന്ന് ഇവിടെ ആരും ആഹാരം കഴിക്കുന്നില്ല. ഗീതു വന്നിട്ട് മതി എന്തും. പുന്നാര മോളല്ലേ, ചെന്ന് വിളിച്ചൂടെ അങ്കിളിന്? ഞാൻ പോകൂടി. എന്റെ കൂടപ്പുറപ്പിന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞാ. വേണ്ടച്ച, ഞാൻ പോവാം. വേണു തീരുമാനിക്കട്ടെ നമ്മളിൽ ആർക്കൊപ്പമാ അയാൾക്ക് ജീവിക്കാൻ ഇഷ്ടമെന്ന്. അതുവരെ കാത്തിരിക്കാൻ നമുക്ക്. നീ ഇപ്പൊ വാ. താഴെ അത്താഴത്തിനായി നിന്നെ എല്ലാരും കാത്തിരിക്കുക. വന്ന് കഴിക്കും. നിന്നെ വിളിക്കാൻ വന്നതാ ഞാൻ. നീയോ? നീ ആരാ എന്നെ ക്ഷണിക്കാൻ? നീ ആരാ ഇവിടുത്തെ മഹാറാണിയോ? ഒരു പരിചാരികയാ, അങ്ങനെ കരുതിയാ മതി. ഇനി വന്നൂടെ ഗീതുവിന്? നീ വെച്ചുണ്ടാക്കിയതല്ലേ, അതെനിക്ക് വേണ്ട. അത് നീ തന്നെ അങ്ങ് കഴിച്ചേച്ചാ മതി. ഗീതുവിനെ വിളിക്കാൻ അമ്പിയ കൊള്ളാം. ഇതിന്റെ പിന്നിൽ നിന്റെ ബുദ്ധിയായിരിക്കും അല്ലേടി സാവിത്രി? അതെ, അംബികയുടെ നല്ല മനസ്സ്. ഞാനാണെങ്കിലേ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. നല്ല മനസ്സ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഗീതു, നീ ഇരിക്കും, ഞാൻ വിളമ്പാം. നീ ആരാ? നീ ആരാന്നാ നിന്റെ ഭാവം? നിന്റെ കുടുംബത്തിൽ ഔദാര്യം പാക്കാൻ വന്നവളല്ല ഞാൻ.